ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഹയർസിലെ ഒരു ലീഡറായ അഡ്വക്കേറ്റായ ലീഡർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു അഡ്വക്കേറ്റായ ഒരു വ്യക്തിയുടെ കമന്റിനെ കുറിച്ച് നിങ്ങളോടൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇവരുടെ കമന്റ് എന്ന് പറയുന്നത് ഭയങ്കര കമന്റാണ്, ഒന്നൊന്നര കമന്റാണ്. നമ്മളോട് ആരും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശ്രീനാഥ് പ്രതാപനൊക്കെ പറഞ്ഞിരുന്നത് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നാണ്. 3 ലക്ഷം മാസം 3 ലക്ഷമാണ് ഹൈറിച്ചിനെ പൊട്ടിക്കാൻ, ഈ തീട്ട കമ്പനിയെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തരുന്നത്. മണീച്ചനാണ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പൂട്ടിപ്പോകുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് പിന്നെ പൂട്ടിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 3 ലക്ഷം ദുബായിൽ നിന്ന് ഏതോ ഒരു അറബിയാണ് തരുന്നതെന്നാണ് പറഞ്ഞത്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയെങ്കിലും എത്തിക്കോളും. പക്ഷെങ്കിലും ഇത് വേറെ പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് രേഖ എന്നൊക്കെയാണ് പേര്. അഡ്വക്കേറ്റ് അമ്പോ മുന്നിലൊക്കെ പേരൊക്കെ വെച്ചിട്ട് അഡ്വക്കേറ്റ്മാർക്ക് തന്നെ നാണക്കേടാക്കുകയാണ് പെണ്ണുങ്ങൾ. കേസ് കൊടുക്കുന്നവർക്ക് 4 ലക്ഷം രൂപ വരെ, 4 ലക്ഷം വരെയാണ്, മാക്സിമം 4 ലക്ഷം വരെയാണ്, 4 ലക്ഷം വരെ ഓഫർ ചെയ്യുന്നതെന്നും പുറത്താരും അറിഞ്ഞില്ലെന്ന് കരുതിയോ? ഇവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്താണ് അപ്പോ 1 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ ആൾക്കാർ FIR ഉണ്ട്. വെറും 1600 രൂപക്ക് വേണ്ടി FIR ഇട്ടുണ്ട്. അവർക്കും കൊടുത്തിട്ടുണ്ടാവും 4 ലക്ഷം. 32,800 രൂപയുടെ ഒരു FIR ഉണ്ട്, അവർക്കും കൊടുത്തിട്ടുണ്ടോ 4 ലക്ഷം? എന്താണ് ഇതൊക്കെ? കുറച്ചെങ്കിലും ഇതെങ്ങനെയാണ്? ഹയർച്ചോളി ആയ പിന്നെയാണോ ഇത്രക്ക് പോയത്, അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയായിരുന്നു? അറിയാൻ വേണ്ടിയിട്ടാണ്. മൈ അക്കാദമിക് പർപ്പസിന് വേണ്ടി ചോദിച്ചതാണ്, കളിയാക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ആവശ്യക്കാർ വേണമെങ്കിൽ കേസ് കൊടുത്തോളും. അപ്പം അങ്ങനെയുണ്ട്, ആൾക്കാർ കൊടുത്തോട്ടെ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ തങ്ങളെ പോലെയുള്ള വക്കീലന്മാർക്ക് എന്തെങ്കിലും കിട്ടൂലൂ കേട്ടോ. അതുകൊണ്ട് വക്കീലന്മാർക്ക് പണിയില്ലാതെ ആക്കരുത്. ഇത്രയും വലിയ തുകയൊക്കെ നീ വാഗ്ദാനം ചെയ്യണമെങ്കിൽ നിന്റെയൊക്കെ ഇതിലുള്ള ലാഭം മനസ്സിലാവും. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് കോടിക്കണക്കിന് രൂപയുണ്ടെന്നാണ്. ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞ 3 ലക്ഷം ഒന്നല്ല, അതിനേക്കാൾ വലിയ കോടികളാണ് എനിക്ക് ദുബായിലെ അറബി തരുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലാവും നിന്റെ ഒക്കെ ചൊറിച്ചലും. എന്താണ് അല്ലേ? ഇങ്ങനെയുണ്ടാവും ആൾക്കാർ. എന്താണ് ഈ സ്കൂളിൽ പോകാത്ത, സ്കൂളിൻ്റെ പടി പോലും കാണാത്ത, 8ാം ക്ലാസ്സും ഗുസ്തിയൊക്കെയുള്ള ലീഡർമാർ പറയുന്നത് പോലെ ആയിപ്പോയല്ലോ. അതിനേക്കാൾ അവർക്ക് പിന്നെയും സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. കഷ്ടം തന്നെ, കഷ്ടം. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ.